ഷിജ, വലിയ തരത്തിലുള്ള ഒരു പോളിംഗ് ആണ് ഇപ്പോൾ 7 ജില്ലകളിലും രേഖപ്പെടുത്തുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 40% എന്ന് പറഞ്ഞാൽ വലിയ തരത്തിലുള്ള പോളിംഗ് ആണ്. 50 ലക്ഷത്തിലേറെ പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വോട്ടിംഗ്, ഒരുപക്ഷെ വികസനവും ക്ഷേമവും തന്നെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്ന് വോട്ടർമാർ തിരിച്ചറിയുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? തീർച്ചയായും സിജു, ഏതായാലും വികസനവും ക്ഷേമവും അടയാളപ്പെടുത്തി തന്നെ ജനങ്ങൾ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന പോളിംഗ് നടക്കുന്ന 7 ജില്ലകളിൽ 4 ജില്ലകൾ ആണ് ഇപ്പോൾ 40% അധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നിലവിൽ തിരുവനന്തപുരത്തെ ഈ 7 ജില്ലകളുടെ പോളിംഗ് ശതമാനം നിലവിൽ ഏറ്റവും ഒടുവിലെ ലഭിക്കുന്ന വിവരമനുസരിച്ച് തിരുവനന്തപുരം 37.36%, കൊല്ലം 41.17%, പത്തനംതിട്ട 39.76%, ആലപ്പുഴ 42.77, കോട്ടയം 40.68, ഇടുക്കി 39.04, എറണാകുളം 42.85 എന്ന നിലയിലാണ്. ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് പെർസെൻറ്റേജുകൾ ഓരോ മണിക്കൂറിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ 1 മണിയുടെ പുതുക്കിയ അപ്ഡേഷനും വരുന്നതായിരിക്കും. ഏതായാലും മികച്ച രീതിയിൽ തന്നെ പോളിംഗ് മുന്നോട്ട് പോകുന്നു. കാരണം ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത് രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിച്ച സമയത്ത് മുതൽ മിക്ക ബൂത്തുകളിലും വലിയൊരു തിരക്കാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഉച്ചയായപ്പോൾ ഈ ചൂട് കാലാവസ്ഥ അതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഒന്ന് മന്ദഗതിയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ച കഴിയുമ്പോഴേക്കും വീണ്ടും സ്വാഭാവികമായും പോളിംഗ് ബൂത്തുകളിലെല്ലാം തിരക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. 6 മണിവരെയാണ് പോളിംഗ് സമയം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ 6 മണിക്ക് ക്യൂവിൽ ഉള്ള അവസാന വ്യക്തിക്കും വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാവിലെ അദ്ദേഹവും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. ഏതായാലും സമാധാനപരമായ രീതിയിൽ തന്നെയാണ് സംസ്ഥാനത്തെ 7 ജില്ലകളിലും പോളിംഗ് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീനിൽ ചില അപാകതകൾ ഒക്കെ കണ്ടെത്തിയിരുന്നെങ്കിൽ പോലും ഉടനടി പരിഹരിച്ച് വോട്ടിംഗ് പുനഃസ്ഥാപിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. സിജു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു അനിഷ്ട സംഭവം പോലും, ഒരു ചെറിയ സംഘർഷം പോലും എവിടെ നിന്നും രേഖപ്പെടുത്തിയിട്ടില്ല. സമാധാനപരമായ ഒരു വോട്ടിംഗ് അന്തരീക്ഷം സംസ്ഥാന സർക്കാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ തന്നെ ഒരു അന്തരീക്ഷമാണ് ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ വിരലിലെണ്ണാവുന്ന ചില സ്ഥലങ്ങൾ മാത്രമാണ് രാവിലെ വോട്ടിംഗ് മെഷീനിൻ്റെ തകരാറ് രേഖപ്പെടുത്തപ്പെട്ടത്. അവിടെ വളരെ പെട്ടെന്ന് പരിഹരിക്കുകയും ചെയ്തു, അല്ലേ? തീർച്ചയായും ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ തന്നെയാണ് രാവിലെ 7 മണി മുതൽ ഇപ്പോൾ ഈ ഒരു ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയം കടന്നുപോയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എല്ലായിടങ്ങളിലും കൃത്യമായ രീതിയിൽ തന്നെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ അതൊരു വിരലിലെണ്ണാവുന്ന ചിലയിടങ്ങളിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീനിൽ ചില തകരാറുകൾ ഉണ്ടായത്. അവിടങ്ങളിൽ ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടിരുന്നെങ്കിൽ പോലും ഉടനടി തന്നെ യന്ത്രം മാറ്റുന്നതിനും അത് തകരാർ പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികൾ അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വേഗത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടങ്ങളിലൊക്കെ ഇപ്പോൾ സുഗമമായ രീതിയിലുള്ള വോട്ടിംഗ് തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഉച്ചയ്ക്കുള്ള ഒരു മന്ദഗതിയിലെ പോളിംഗ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ ഒരു ഉച്ച കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും വീണ്ടും എല്ലാ പോളിംഗ് ബൂത്തുകളും കൂടുതൽ സജീവമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം 6 മണിവരെ പോളിംഗ് സമയമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പലരും രാവിലെ സമയം 7 മണി സമയം തന്നെ പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിരയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു 12 മണിവരെ ആ രീതിയിൽ തുടർന്നിരുന്നു. ഇപ്പോൾ ഒരു മന്ദഗതിയിലാണെങ്കിൽ പോലും വൈകിട്ടോടുകൂടി വീണ്ടും ആ നീണ്ട നിരയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നത്. സിജു.